കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദം അത് രാജ്ഭവനും കടന്ന് കേരള സർവകലാശാലയും കടന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കലാപമായിട്ട് മാറിയിട്ട് ദിവസങ്ങളേറെയായി, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നലെ അത് ഹൈക്കോടതി പരിഗണിച്ചു. പക്ഷേ ഹൈക്കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റും വി സിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. പത്രങ്ങളിലും പ്രധാന വാർത്ത അതുതന്നെയാണ്. പത്രങ്ങളെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കേരളയിൽ ഇരട്ട രജിസ്ട്രാർ കസേര കളി എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ ഹെഡിങ്. അതായത് ആദ്യം ഉള്ള രജിസ്ട്രാറിനെ മാറ്റിക്കൊണ്ട് രണ്ടാമത് രജിസ്ട്രാറിനെ വീണ്ടും നിയമിക്കുന്നു. അങ്ങനെ ആ രംഗത്ത് വലിയ രൂപത്തിലുള്ള കസേരകളി നടക്കുന്നു എന്നുള്ളതാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമത്തിൻ്റെ ഒന്നാമത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. രജിസ്ട്രാർ വീണ്ടും പുറത്താവും എന്നാണ് കേരള കൗമുദി പറയുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഇന്നലെ അത് പന്ത് ഏതാണ്ട് ഗവർണറുടെ കോർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതി പറഞ്ഞത് അതിൻ്റെ ഉന്നതാധികാരിക്ക് തീരുമാനിക്കാമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും സർവകലാശാലയുടെ ഉന്നതാധികാരി ഗവർണർ ആയതുകൊണ്ട് ഈ തിരിച്ചെടുത്തത് ഗവർണർ അസാധുവാക്കുമെന്നും കേരള കൗമുദി പറയുന്നുണ്ട്. ഹൈക്കോടതി ശരിക്കും ഇടപെട്ടിട്ടില്ല എന്നാണ് കേരള കൗമുദി പറയുന്നത്. ഒരേ സമയം 2 രജിസ്ട്രാർ ഉണ്ടോ എന്നും പറയുന്നുണ്ട്. സർവ്വകളിശാല എന്നാണ് വീക്ഷണം പറയുന്നത്. ഒരുപക്ഷെ അത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഹെഡിങ്ങായി മാറാൻ സാധ്യതയുണ്ട്. കസേരകളി തുടരുന്നു എന്നും പറയുന്നുണ്ട് വീക്ഷണം സ്വാഭാവികമായും 2 പക്ഷത്തെയും വിമർശിക്കുന്നുണ്ട്. ഗവർണറെയും സർക്കാരിനെ ഒരേപോലെ വിമർശിക്കാൻ വീക്ഷണം തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വേറെയാണ്. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് തുടരാം. കാവ്യ അജണ്ട പൊളിഞ്ഞു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശാഭിമാനി ഒരു പടി പുറകിലാണെന്ന് കരുതേണ്ടി വരും. കാരണം ഇത് കഴിഞ്ഞ് ഗവർണറുടെ നിലപാടിലേക്ക് പോയിട്ടുണ്ട്. അത് ദേശാഭിമാനി അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു എന്ന് വേണം കാണാൻ. എന്തായാലും കുഴപ്പമില്ല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടിക്ക് അംഗീകാരം എന്നുവരെയാണ് ദേശാഭിമാനി പറയുന്നത്. മിനി കാപ്പന് ചുമതല നൽകിയ സിസാർ തോമസിൻ്റെ നടപടി അസാധുവാകുമെന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. പക്ഷേ ഗവർണറുടെ കോർട്ടിലേക്ക് കാര്യങ്ങൾ പോയതോടെ കാര്യങ്ങൾ മാറിയും ഈ ഹെഡിങ് നിലനിൽക്കുമോ എന്ന് ദേശാഭിമാനി ഇന്ന് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ഇടത് സിൻഡിക്കേറ്റ് നടപടി ചട്ടവിരുദ്ധം, ഗവർണർക്ക് VC റിപ്പോർട്ട് നൽകിയെന്നാണ് ജന്മഭൂമി പറയുന്നത്. ജന്മഭൂമി സ്വാഭാവികമായും ഈ വാർത്ത നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കാൻ വഴിവിട്ട നീക്കം നടത്തി സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടി ചട്ടവിരുദ്ധം. ഒരു ഒറ്റ സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങളാണ് ജന്മഭൂമി ഒന്നാമത്തെ വാർത്തയെക്കുറിച്ച് പറയുന്നത്. എന്തായാലും വീണ്ടും പന്ത് ഗവർണറുടെ കോർട്ടിലാണെന്ന് അറിയുന്നതിൽ ജന്മഭൂമിക്ക് സന്തോഷമുണ്ടാകും. ജന്മഭൂമി അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അനിൽകുമാർ തന്നെ രജിസ്ട്രാർ എന്നാണ് മംഗളം പറയുന്നത്. മംഗളവും ഏതാണ്ട് ദേശാഭിമാനിയുടെ പാതയിൽ തന്നെയാണ്. ഹൈക്കോടതിയോടെ പറഞ്ഞു അവിടെ നിൽക്കുകയാണ് മംഗളവും. പക്ഷേ അത് കഴിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് മനോരമയും മാതൃഭൂമിയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ മാതൃഭൂമിയിലേക്ക് വേഗം പോയി വരാം. പന്ത് ഗവർണറുടെ കളത്തിൽ നിന്നാണ് മാതൃഭൂമി പറയുന്നത്. അതിന് കാരണമുണ്ട്. കേരള സർവകലാശാലയിൽ VCയുടെ സസ്പെൻഷൻ മറികടന്ന് രജിസ്ട്രാർക്ക് വീണ്ടും ചുമതല നൽകിയ സിൻഡിക്കേറ്റ് തീരുമാനം ഉചിതമായ അധികാരിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാമെന്ന് ഹൈക്കോടതി. ആ പോയിന്റിലാണ് കാര്യങ്ങളുള്ളത്. ഉചിതമായ അധികാരിക്ക് മുന്നിൽ ചോദ്യം ചെയ്യാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനം പരിശോധിക്കാനുള്ള അതോറിറ്റി ചാൻസലറായേക്ക് പന്ത് ഇനി ഗവർണറുടെ കളത്തിലാണ്. അതാണ് ഈ കാര്യത്തിൽ ഈ വാർത്തയിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ. അതാണ് ഒരുപക്ഷെ ദേശാഭിമാനി മംഗളവും മറന്നുപോയതും ജന്മഭൂമി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നതും അതാണെന്ന് വേണം കാണാൻ. സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജി ഉത്തരവ് സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിനാൽ പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം കോടതി അനുവദിച്ചു. അതൊരു സാധാരണ നടപടിക്രമം മാത്രമേ കാണേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയ വശം വേറെ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. രജിസ്ട്രാറെ നിയമിച്ചു, VC ഉത്തരവിറക്കുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. പോരാട്ടം തുടരുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ ഹൈക്കോടതി ജഡ്ജിയെ വിമർശിച്ച് മുൻ മാവേലിക്കര MLA രാജേഷ് വന്നിരുന്നു. അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഹൈക്കോടതി. ഞാൻ മരിച്ചാൽ മാത്രമേ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ എന്നാണ് ഇന്നലെ ഹൈക്കോടതി ജഡ്ജി ഇന്നലെ പറഞ്ഞത്. ഒരുപക്ഷെ DK സിംഗിൻ്റെ വിമർശനം രാജേഷിനെതിരെ കടുത്ത കോടതി ഇലക്ഷൻ നടപടിയിലേക്ക് പോകേണ്ടി വരും. അതും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാരതാംബ വിവാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്ഭവനും കടന്ന് മന്ത്രിസഭയും കടന്ന് എവിടെയെല്ലാം പോകാമോ അവിടെ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. ഒരു കാവിക്കൊടിയേന്തി ഭാരതാംബ എന്ന ചിത്രത്തിൻ്റെ വലിയ തലം പോയി നിൽക്കുന്നത് കേരള സർവകലാശാലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പല തരത്തിലുള്ള ദൂരവ്യാപകമായ ഫലങ്ങളിലേക്കാണ് പോകുന്നത്. കേരളയിൽ അസാധാരണ സാഹചര്യം മുറുകുന്നു നിയമക്കുരുക്ക് എന്നുള്ളതാണ് മനോരമ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. അത് ഒരുപക്ഷെ ആ ചിത്രം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രൂപത്തിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോവുകയാണ്. ഗവർണർ എന്ത് നടപടിയെടുക്കുമെന്നതിൽ ആകാംക്ഷ, സിൻഡിക്കേറ്റ് നടപടി തെറ്റെന്ന് VCയുടെ റിപ്പോർട്ട് അടക്കം അങ്ങനെ കസേരകളി തുടരുന്നു എന്ന കാര്യം വളരെ വിശദമായി മനോരമയും പറയുന്നതിന് 9-ാം പേജിൽ ഡോക്ടർ അനിൽകുമാറിൻ്റെയും ഹരികുമാറിൻ്റെയും
പിന്നെ ഇപ്പോൾ VC നിയമിച്ചിട്ടുള്ള മിനി കാപ്പൻ്റെയും ഹേമ ആനന്ദിൻ്റെയും ഒക്കെ, അതായത് ഇനി വരാൻ പോകുന്ന രജിസ്ട്രാർമാരുടെയും ഒക്കെ വിശദീകരണങ്ങളടക്കം മനോരമ വളരെ വിശദമായ ആ വാർത്ത നൽകുന്നുണ്ട്. എന്തായാലും ശരിയും തെറ്റും ചുമതലപ്പെട്ടവർ തീരുമാനിക്കട്ടെ എന്നാണ് ഹൈക്കോടതി. അതോടെ ആ വിഷയത്തിൽ നിന്ന് കൈയൊഴിയുമ്പോൾ സ്വാഭാവികമായും പന്ത് ഗവർണറുടെ കോർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വളരെ വിശദമായ എല്ലാ പത്രങ്ങളും അത് ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയെ വല്ലാതെ വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലായ ഒരു മന്ത്രിയുണ്ട്, മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ സ്വയം കുഴപ്പത്തിലല്ല, സ്വന്തം സർക്കാരിനെയും പാർട്ടിയും ഒക്കെ ആകെ കുഴപ്പത്തിലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നലെ വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ഇന്നത് എല്ലാ പത്രങ്ങളും സ്വാഭാവികമായും മന്ത്രി വടി കൊടുത്ത് അടി വാങ്ങുന്നതായതുകൊണ്ട്, നാവ് കൊടുത്ത് അടി വാങ്ങുന്നതായതുകൊണ്ട് എല്ലാ പത്രങ്ങളും ആഘോഷത്തോടെ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. മാതൃഭൂമി ഒന്നാം പേജിൽ ആ വാർത്ത നൽകുന്നുണ്ട്. വടി കൊടുത്ത് മന്ത്രി സജി. അത് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്ന കാലത്ത് അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ ചെങ്ങന്നൂരിലായിരുന്നു, സ്വന്തം മണ്ഡലം തന്നെയാണ്, സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം ആശുപത്രിയാണ്, സ്വന്തം സർക്കാരിൻ്റെ ആശുപത്രിയാണ്. അവിടെ ചികിത്സ തേടി. പക്ഷേ അവിടെ കിടന്ന് അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് മന്ത്രി സജി പറഞ്ഞത്. എന്തായാലും സജി സ്വയം രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ കുടുക്കിലാക്കിയത് സർക്കാരിനെയാണെന്ന് ഓർത്തില്ല എന്ന് വേണം കാണാൻ. പക്ഷേ അപ്പോഴും മന്ത്രിയെ രക്ഷിക്കാൻ LDF കൺവീനറും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് TP രാമകൃഷ്ണൻ. അദ്ദേഹം മന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹം ആശുപത്രിയിലായത്. അന്ന് അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു, സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് തിരിച്ചടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, TP രാമകൃഷ്ണൻ ചെയ്യുന്നത്. എന്തായാലും സജി ചെറിയാൻ്റെ വിമർശനമല്ല, പ്രതികരണം സ്വാഭാവികമായും സ്വന്തം സർക്കാരിനെയും സ്വന്തം പാർട്ടിയും പ്രതിരോധത്തിലാക്കുമെന്ന് മാത്രമല്ല, ഇനി കൂടുതൽ വിശദീകരണം മന്ത്രി പാർട്ടിക്കൊക്കെ നൽകേണ്ടി വരും എന്നുകൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെന്തായാലും മാതൃഭൂമി ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളെല്ലാം വീക്ഷണം അത് ഒന്നാം പേജിൽ നൽകുന്നു. വീക്ഷണം ഒന്നാം പേജിൽ നൽകുന്നത് വലിയ വിമർശനമായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. സർക്കാരിൻ്റെ തള്ളിപ്പറഞ്ഞ് മന്ത്രി. സ്വാഭാവികമായും വീക്ഷണം അതിനെ ആ രൂപത്തിൽ കാണുന്നുണ്ട്. സർക്കാർ ആശുപത്രികളെ തള്ളി മന്ത്രി സജി ചെറിയാൻ എന്നാണ്. പക്ഷേ വീക്ഷണത്തിന് സർക്കാർ ആശുപത്രികളെ തള്ളി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, കേരളവും അടക്കമുള്ള പത്രങ്ങളും ആ വാർത്ത വലിയ രൂപത്തിൽ ഒന്നാം പേജിൽ നൽകുന്നുണ്ട് എന്ന് വേണം കാണാൻ. നാവ് വീണ്ടും കുടുക്കി എന്നാണ് മന്ത്രി സജി ചെറിയാനെ. അദ്ദേഹത്തിൻ്റെ നാവ് അദ്ദേഹത്തിന് തന്നെ പ്രശ്നമായത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. സ്വകാര്യ ആശുപത്രി രക്ഷിച്ചു എന്നും പറയുന്നുണ്ട് കേരള കൗമുദി. എന്തായാലും കൊള്ളാം, മന്ത്രിയുടെ പ്രതികരണം എല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ ആഘോഷമാക്കുന്നുണ്ട്. രണ്ട് തലത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നതായതുകൊണ്ട് സ്വാഭാവികമായും അത് വലിയ രൂപത്തിൽ വാർത്തയായി കഴിഞ്ഞു. ഇനിയൊന്നുള്ളത് ട്രംപാണ്. നമുക്കറിയാം, ഭ്രാന്തൻ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ മാത്രമല്ല ഇനി ബഹിരാകാശം ഉണ്ടെങ്കിൽ അവിടെയും വിസ്മയിപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം. വീണ്ടും ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 2 മരവിപ്പിച്ചു പകരം തീരുവ എന്നുള്ളത് നമ്മൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും, ഈ 2 കാര്യങ്ങൾക്കും പകരച്ചുങ്കം ഏർപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അതൊന്ന് തൽക്കാലം വലിയ വിമർശനവും അമേരിക്കയുടെ വ്യാവസായിക വാണിജ്യ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ അതിന് അദ്ദേഹം തന്നെ മരവിപ്പിച്ചിരുന്നു. ആ മരവിപ്പിച്ചത് മാറ്റിവെച്ചുകൊണ്ട് ഏപ്രിൽ 2 മരവിപ്പിച്ച പകരം തീരുവ പുതുക്കിയ തോതിൽ ഓഗസ്റ്റ് 1 മുതൽ ചുമത്തുകയാണെന്ന് ട്രംപ് പറയുന്നു. വീണ്ടും വാണിജ്യ രംഗത്ത്, വ്യാപാര രംഗത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ബ്രിക്സ് രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളോടാണ് അദ്ദേഹം ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൗതുകം. ഇന്ത്യയുമായി വ്യാപാര വാണിജ്യ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ തീരുവ വീണ്ടും തീ പിടിപ്പിക്കുന്നത് എന്നതും അതിൻ്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നു. മനോരമ അത് ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ വിമർശിക്കാൻ ഇത്രയും വാർത്തകൾ കിട്ടുമ്പോഴും മനോരമ ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയത് വലിയ കൗതുകം ഉണ്ടാക്കുന്നു എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ആശ്വാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും പണം സർക്കാരിന് കിട്ടുമോ അല്ലെങ്കിൽ കേരളത്തിന് കിട്ടുമോ എന്നറിയില്ല. എന്നാൽ പോലും MSC എൽസ, നമ്മുടെ അറബിക്കടൽ അപകടമുണ്ടായ കപ്പലിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ അപകടമുണ്ടായി സർക്കാർ അക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടില്ല എന്ന വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. സർക്കാർ അക്കാര്യത്തിൽ വലിയ പഠനങ്ങളൊക്കെ നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഒടുവിൽ കണ്ടെത്തി 9531 9531 കോടി ആയതുകൊണ്ട് ഞാനും ഒന്ന് അന്താളിച്ചതാണ്. 9531 കോടി നഷ്ടപരിഹാരം വേണമെന്നാണ്. എന്തായാലും ഹൈക്കോടതിയിൽ കേരള സർക്കാർ MSC എൽസ കമ്പനിക്കെതിരെ, കപ്പൽ കമ്പനിക്കെതിരെയും കപ്പലിനെതിരെയും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒരുപക്ഷെ വലിയ രൂപത്തിൽ ചർച്ചയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇത്രയും പണം കെട്ടിവെക്കാൻ ആ കമ്പനിക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. അതുകൊണ്ട് ആ കമ്പനി ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നിട്ടുള്ള ഒരു ആ കപ്പൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൈവശം വെക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കപ്പൽ MSC അകിറ്റേറ്റ എന്ന കപ്പലാണ്. ആ കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടുണ്ട് ഹൈക്കോടതി.
വലിയ രൂപത്തിലാണത്. മലിനീകരണം ഏതാണ്ട് 8626 കോടിയുടെ മലിനീകരണം ഉണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി വീണ്ടെടുക്കലും പ്രതിരോധവും 378 കോടി, മത്സ്യത്തൊഴിലാളികളുണ്ടായ നഷ്ടം 526 കോടി. അങ്ങനെയാണ് ഇത്രയും വലിയ 9531 കോടി രൂപയുടെ കണക്ക് സർക്കാർ സമർപ്പിച്ചത്. സർക്കാർ പക്ഷേ ഈ കണക്കെടുക്കാനായിരിക്കും വൈകിയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ കണക്കെടുക്കാൻ വൈകുമ്പോൾ സർക്കാർ അതിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. എന്തായാലും കടലിൽ പടർന്ന ഓയിൽ പാടയും ഒഴുകി നടക്കുന്ന കാർഗോയും അടക്കം പിന്നെ ചത്തുപോയ ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ, അങ്ങനെ നിരവധിയായ കണക്കുകളടക്കമാണ് ഇത്രയും വലിയ തുക കേരളം ചോദിക്കുന്നത്. ആ തുക ചോദിക്കുന്നത് വലിയ അർത്ഥത്തിൽ കേരളത്തിന് സഹായകരമാകുമെന്നുകൂടി കാണാം. ഒരു കായിക വാർത്ത കൂടി പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സ്പോർട്സ് പേജുകളിൽ വലിയ രൂപത്തിൽ വലിയ വാർത്തകളായി വരാറുള്ളത്. പക്ഷേ ഒരു ദക്ഷിണാഫ്രിക്കൻ താരം ഇന്നലെ, നമുക്കറിയാം ക്രിക്കറ്റ് ഇതിഹാസം ബ്രയൻ ലാറയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ 400 എന്നുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഇന്നലെ വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ ആ വലിയ ലോക റെക്കോർഡ് മറികടക്കാൻ അല്ലെങ്കിൽ സ്വന്തം പേരിൽ എഴുതി ചേർക്കാൻ കഴിയുമായിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ വിയാൻ മൾഡൻ, അദ്ദേഹം ആ 400 റൺസിലേക്ക് എത്താതെ അതിനു മുൻപ് സ്വന്തം ടീമിൻ്റെയും സ്വന്തം സ്കോറിൻ്റെയും ഇന്നിങ്സ് അവിടെ ഡിക്ലെയർ ചെയ്യുന്നു. 367 റൺസിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ, സ്കോർ ഡിക്ലെയർ ചെയ്യുമ്പോൾ മൾഡൻ ചെയ്തത് ഒരുപക്ഷെ ത്യാഗമാണോ എന്ന് പല രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് മനോരമയുടെ ഒരു ഒറ്റ വരി ഞാൻ വായിക്കാം. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ ചരിത്രം തിരുത്തി എഴുതുക, അല്ലെങ്കിൽ ചരിത്രത്തോട് മുഖം തിരിക്കാം. ഇവിടെ മൾഡൻ ചെയ്ത് ചരിത്രത്തോട് മുഖം തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹവും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഒരുപക്ഷെ മൾഡൻ്റെ പേര് നമ്മൾ പറയുന്നത് പോലും ആ റെക്കോർഡിനൊപ്പം എത്താൻ അദ്ദേഹം ശ്രമിക്കാതെ, ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ എത്താമായിരുന്നു, ആ റെക്കോർഡിനൊപ്പം എത്താൻ ശ്രമിക്കാതെ ആ റെക്കോർഡ് ലാറയ്ക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. എന്തായാലും ക്രിക്കറ്റ് ലോകത്ത് വരും ദിവസങ്ങൾ വലിയ ചർച്ചയാകും എന്നുറപ്പ്.